നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിന് വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്ന സമയത്ത്, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുമ്പോൾ, ഉയർച്ചയുണ്ടാവാനായിട്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുമ്പോൾ, ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള എന്തോ ഉയർച്ച വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആ സ്വപ്നങ്ങൾ പലരും കാണുന്നുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് ശരിയായ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വപ്നങ്ങൾ? എന്തൊക്കെ സ്വപ്നം കണ്ടാലാണ് നമുക്ക് മഹാഭാഗ്യം തേടിയെത്തുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇന്നിവിടെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അതായത് മറ്റൊരാളോട് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ടു എന്നത് പറയാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗ്യം ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് വളരെ ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടെ മറ്റൊരാളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നു. അവിടെ നമ്മുടെ വരാനിരിക്കുന്ന ആ ഒരു ഭാഗ്യം ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും മറ്റൊരാളോട് പറയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വപ്നങ്ങൾ എന്നതൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ മഴവില്ല് കാണുകയാണെങ്കിൽ, ആകാശത്ത് മഴവില്ല് ഉണ്ടാവുന്നത് കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സ്വപ്നം, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള സ്വപ്നമാണ് മഴവില്ല് എന്ന് പറയുന്നത്. ഈ ഒരു മഴവില്ല് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രണയസാഫല്യം ഉണ്ടാകാം, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാം, കുടുംബത്തിൽ സന്തോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാനും മക്കൾക്ക് ഉയർച്ചയുണ്ടാവാനും, അതേപോലെ തന്നെ മക്കളെ കൊണ്ട് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടന്നു പോകാൻ, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ടാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ആനയെ സ്വപ്നം കാണുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആനയെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി വരാൻ പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ധനനേട്ടവും, അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ തീർക്കാനും ധനവരവുണ്ടാകാനും, ഇങ്ങനെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് സ്വപ്നത്തിൽ ആനയെ കാണുന്നത്. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഈ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ആനയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് അധികമാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും ഒന്നും ആനയെ സ്വപ്നം കാണാനായിട്ട് സാധിക്കില്ല. വളരെ അപൂർവമായിട്ട് ചിലർക്ക് മാത്രമാണ് സ്വപ്നത്തിൽ ആനയെ ദർശിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായിട്ട് നിങ്ങൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വളരെ കാലങ്ങളായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അതിനായി നിങ്ങൾ എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം പൂവണിയാൻ പോകുന്നു എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്വപ്നമാണ്, അങ്ങനെ അപൂർവമായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം കാണുന്ന ഒരു സ്വപ്നമാണ് സ്വന്തം മരണം എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും അല്ലെ? സ്വന്തം മരണം കാണുക എന്ന് പറയുമ്പോൾ ഏതൊരാളിലും അത് ഭീതിയും ആശങ്കയും ഒക്കെ ഉണ്ടാക്കും. തങ്ങൾക്ക് എന്തോ ദോഷം വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പലരും ഇതിനെ കാണാറ്. എന്നാൽ അങ്ങനെയല്ല. ശുഭകരമായിട്ടുള്ള സ്വപ്നമാണ് നമ്മുടെ സ്വന്തം മരണം സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണ്. ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ശത്രു നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ശത്രുദോഷം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശത്രു നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉപദ്രവം ഇല്ലാതാവുകയും ശത്രുക്കളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു രക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാൻ പോകുന്നു എന്നതാണ് ഈ ഒരു സ്വപ്നം സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണം നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പുനർജന്മം ലഭിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാവുകയും നല്ല ഒരു ജീവിതം മുന്നോട്ട് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഭയപ്പെടാനോ അതുപോലെ തന്നെ മറ്റൊരാളോട് പറയാനോ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും തീർന്ന്, എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർന്ന് നല്ല ഒരു ജീവിതം ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത്യപൂർവമായിട്ട് മാത്രം സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത്യധികം മഹാഭാഗ്യമുള്ളവർക്ക് മാത്രം ദർശിക്കാൻ സാധിക്കുന്ന ഒരു സ്വപ്നമാണ്. മറ്റൊന്നുമല്ല, ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വിഘ്നേശ്വരനെ സ്വപ്നം കാണുന്നതാണ്, ഗണപതി ഭഗവാനെ സ്വപ്നം കാണുന്നതാണ്. ഗണപതി ഭഗവാനെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ 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 പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും തന്നെ ഈശ്വരന്മാരുടെ, ദേവീദേവന്മാരുടെ ദർശനം സ്വപ്നത്തിൽ ലഭിക്കാറുണ്ട്. ചില ക്ഷേത്രങ്ങളുടെ ദർശനം ലഭിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ദേവീദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതായിട്ടൊക്കെ സ്വപ്നത്തിൽ കാണാറുണ്ട്. എന്നാൽ ഗണേശ ഭഗവാനെ ആ ഒരു സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ തലവര തെളിഞ്ഞു എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും ഇല്ലാതായിട്ട് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് താമര സ്വപ്നം കാണുന്നതാണ്. താമരപ്പൂ, വിടർന്നു നിൽക്കുന്ന താമരപ്പൂ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നമാണത്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളെ കാണാനായിട്ട് വരുന്നതിന് തുല്യമാണ് താമരപ്പൂവ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ. നമുക്കറിയാം, മഹാലക്ഷ്മി ദേവി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധനപരമായിട്ടുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരും, ധനവരവുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. അപ്പോൾ താമരപ്പൂവ് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധനനേട്ടം ഉണ്ടാകും. ധനവരവുണ്ടാകാൻ പോകുന്നതിൻ്റെ, സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇങ്ങനെ താമരപ്പൂവ് സ്വപ്നത്തിൽ കണ്ടാൽ കണക്കാക്കേണ്ടത്. ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് കിണറുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നതാണ്. കിണറ്റിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ കിണറ്റിൽ കുളിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്, അങ്ങനെ കിണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പുഴയിൽ കുളിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ കുളത്തിൽ കുളിക്കുന്നതും ഒന്നുമല്ല, കിണറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവണം കിണറാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നമാണത്. നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം തീർന്ന്, അത് എല്ലാ തരത്തിലും, എല്ലാ അർത്ഥത്തിലും എല്ലാ ദാരിദ്ര്യങ്ങളും ഇല്ലാതായി ധനനേട്ടം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം ഇവയൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ ഒരു സ്വപ്നത്തെ നിങ്ങൾ കണക്കാക്കേണ്ടത്.
ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് കുതിരയെ സ്വപ്നം കാണുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ കുതിരയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏറ്റെടുത്തു കൊണ്ടിരുന്ന ആ ഒരു ജോലി ശുഭകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചനയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിന് മുൻപ്, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു മഹാഭാഗ്യത്തെ ഇല്ലാതാക്കി കളയാൻ ഇത് കാരണമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.